പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു 1 kV സോളാർ സിസ്റ്റം. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് 1 kV സോളാർ സിസ്റ്റം എന്നുള്ള 2 പാനൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ തമിഴിൽ പറഞ്ഞിട്ടുള്ള 1 kV സോളാർ സിസ്റ്റം എന്നുള്ളത് സാധാരണഗതിയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ 1 kV സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പാനൽ വെച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റത്തെക്കുറിച്ചാണ് കേട്ടോ. ശരിക്കും അത് 1 kV അല്ല, 1/2 kV ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഞാൻ 1 kV എന്നുള്ളത് സാധാരണ ഇതിലെല്ലാവരും പറയുന്ന ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇതിൽ 2 യൂണിറ്റ് അല്ലെങ്കിൽ 2.25 യൂണിറ്റ് ഒക്കെ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ സാധാരണ ഇതിൽ വീട്ടിൽ വെക്കുന്ന ആളുകൾ ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുമ്പം ആ ഒരു ഫുൾ യൂണിറ്റ് നമുക്ക് യൂസ്ഫുൾ ആവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാറ്ററി ലോസ് വരും. 2 യൂണിറ്റ് കൊടുത്ത് 1 യൂണിറ്റ് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇൻവെർട്ടറൊക്കെ സാധാരണ വീട്ടിൽ ഇൻവെർട്ടറൊക്കെ ഉണ്ട്. ആ ഇൻവെർട്ടർ നമ്മൾ വെറുതെ ഓവറായിട്ട് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കറണ്ട് ബില്ല് കൂടാറുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ചെറിയ കറണ്ട് ബില്ല് വരുന്ന ആളുകൾ ഇത് വെക്കണോ എന്നുള്ളത് ശരിക്കും കുറച്ച് പഠിച്ചതിന് ശേഷം മാത്രം, ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. എന്നാൽ എനിക്ക് മനസ്സിലാവും ഇത് വെക്കണോ എന്തോ ലാഭം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് എത്ര ചിലവാണ് വരിക എന്നുള്ളത് പറഞ്ഞുതരാം വളരെ കൃത്യമായിട്ട്. അതായത് ഒരു സോളാർ പാനൽ ബൈഫേഷ്യൽ 540 വാട്ട്സിൻ്റെ ഒരു പാനൽ വെച്ചിട്ട് 1/2 kV എന്ന് പറഞ്ഞതാണ്. അതായത് 1 kV ഇല്ല, പ്രത്യേകിച്ചും എടുത്ത് പറയുന്നു. എല്ലാവരും 1 kV എന്നാണ് ഇതിന് പറയുന്നത്. അത് വെക്കാൻ നമുക്ക് എത്ര റേറ്റ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ആമസോണിൽ നിന്ന് സിംഗിൾ പാനൽ കിട്ടാൻ സാധ്യതയില്ല, കിട്ടാറില്ല. ഡബിൾ പാനലേ കിട്ടുള്ളൂ. അപ്പോൾ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ നോക്കുക. ലോക്കലായിട്ട് സോളാർ വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധനം കിട്ടും. അതിനെനിക്ക് തോന്നുന്നു ഒരു 13 രൂപ 14 രൂപ റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 13 രൂപയാണ് ഇട്ടേക്കുന്നത്. 13 രൂപയ്ക്ക് നിങ്ങൾക്ക് സോളാർ പാനൽ വാങ്ങിക്കുക. ബൈഫേഷ്യലായാലും കുഴപ്പമില്ല, 1/2 കട്ട് ആയാലും കുഴപ്പമില്ല. കാരണം രണ്ടിനും വലിയ മാറ്റമൊന്നുമില്ല. 1% മാത്രമേ എക്സ്ട്രാ ബൈഫേഷ്യലിന് പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളൂ. അതും ഉറപ്പൊന്നുമില്ല. ഏതായാലും അതിനായിട്ട് കുറച്ച് പൈസ അധികം കൊടുക്കണ്ടെന്ന് ആണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 13,000 രൂപ ഞാൻ അതിൽ ഇടുന്നത്. പിന്നെ V-Guardൻ്റെ തന്നെ സ്മാർട്ട് പ്രോ എന്ന് പറഞ്ഞ ഒരു സോളാർ ഇൻവെർട്ടർ വരുന്നുണ്ട് 1200-ൻ്റെ. അതിൽ 784 780 വാട്ട്സൊക്കെ സാധാരണ ഇതിൽ അത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന അവർ പറയുന്നത് എന്താണ് അതിൽ പറയുന്നത്, 250 ലിറ്ററിൻ്റെ ഒരു ഫ്രിഡ്ജ് അതിൽ ഓടിക്കാൻ പറ്റും. 40 വാട്ട്സിൻ്റെ LED TV വർക്ക് ചെയ്യും. 3 ഫാന് വർക്ക് ചെയ്യും. ട്യൂബ് ലൈറ്റ് 3 വർക്ക് ചെയ്യും. 15 വാട്ട്സിൻ്റെ 5 LED ബൾബ് വർക്ക് ചെയ്യും. 750 വാട്ട്സിൻ്റെ ഒരു മിക്സി വർക്ക് ചെയ്യും. പിന്നെ 3/4 HP ഒരു പമ്പും വർക്ക് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ പമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതി എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞ സമയം മാത്രം വർക്ക് ചെയ്യും. കാരണം പെട്ടെന്ന് വലിച്ചെടുക്കും. മിക്സിയും ഈ പമ്പും പമ്പ് ലോഡ് എടുക്കുന്നേ പറയുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാതെ വർക്ക് ചെയ്യിക്കാൻ നോക്കുക. അപ്പോൾ സാധാരണ ഇൻവെർട്ടറിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇതിന് വില വരുന്ന 8,498 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് കിട്ടും. നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്, 7 days റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആമസോണിൽ എന്ത് സാധനം വാങ്ങിക്കുമ്പോൾ അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കണ്ടീഷൻസ് കാണാം. ഒരു 7 days റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. 7 days റീപ്ലേസ്മെൻറ്റ് റിട്ടേൺ പോവില്ല. നിങ്ങൾക്ക് സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ, റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട എന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് അടിച്ചു കഴിഞ്ഞാൽ അത് വേറെ സാധനം അയക്കുകയും ആ സാധനം നമുക്ക് തിരിച്ച് തന്നിട്ട് ഇത് സാധനം അവർ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഒന്നും കൂടെ റിട്ടേൺ അടിച്ചാൽ മാത്രമേ നമുക്കത് ക്യാഷ് റീഫണ്ട് ആയിട്ട് വരുള്ളൂ. റീപ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ ഇതിൽ V-Guardൻ്റെ കാണിക്കുന്ന റീപ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഒന്ന് ചെയ്യാം. പിന്നെ രണ്ടാമത് വന്നതിന് ശേഷം ഒന്നുകൂടി റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ അത് ക്യാഷ് തിരിച്ച് തരുന്നതാണ്. അതാണ് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ. 7 days ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 8,498 ആണ് ഞാൻ ആ ഒരു ഇൻവെർട്ടറിന് ഇതിൽ ഈ ഒരു ബഡ്ജറ്റിൽ കൂട്ടിയിട്ടുള്ളത്. പിന്നെ അതിൽ വരുന്ന UTLൻ്റെ തന്നെ ഗാമ പ്ലസ് MPPT ഉള്ള ഒരു ഇൻവെർട്ടർ UTLൻ്റെ വരുന്നുണ്ട്. അത് 40 ആംപിയർ ആണ് വരുന്നത്. അതും 7 days റീപ്ലേസ്മെൻ്റ് ആണ്. 1000 VA വരുന്ന MPPT വരുന്ന 7 days റീപ്ലേസ്മെൻറ്റ് വരുന്ന 12,899 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അത് MPPT ആണ്. MPPT ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. 1000 VA ആണ് വരുന്നത്. 7 days റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ്. 12,899 ആണ് അതിന് വരുന്നത്. പിന്നെ അതേമാതിരി കുറച്ചും കൂടെ ഹൈ ലെവലിൽ കുറച്ച് 1-2 ഒരു പാനലൊക്കെ ഭാവിയിൽ കൂട്ടി കൊടുക്കണം എന്നുള്ളവർക്ക് ഒന്നുകൂടി സ്മാർട്ടിനിൽ വരുന്ന 2,675 VA വരുന്ന 75 ആംപിയർ MPPT സോളാർ ഇൻവെർട്ടർ ഹൈബ്രിഡ് 7 days റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇത് 7 days റിട്ടേണബിൾ ആണ്. എനിക്ക് സാധനം വാങ്ങിച്ചാൽ എന്തേ കംപ്ലൈൻറ്റ് റിട്ടേൺ അടിച്ചാൽ അപ്പം തന്നെ ക്യാഷ് റിട്ടേൺ കിട്ടുന്നതാണ് കേട്ടോ. റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പേയ്മെൻ്റ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു പേയ്മെൻറ്റിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നതാണ്. ഇത് 7 days റിട്ടേണബിൾ ആണ്. അതിന് കുറച്ച് വില കൂടുതലാണ്. വേണമെന്നവർ മാത്രം ആ ഒരു ഇതിൽ നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ ഒരു പാനലിലൊക്കെ വെക്കാൻ താല്പര്യമുള്ള മാത്രം ഈ ഒരു MPPT സെലക്ട് ചെയ്യുക. അതല്ല കുറഞ്ഞ രീതിയിൽ ഒരു സോളാർ പാനൽ വെക്കുക എന്നുള്ളത്, ഒരു ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം സോളാറിലേക്ക് ആക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് ഇതിനേക്കാളും ചെറിയ പാനൽ
മതിയാവും കേട്ടോ. എന്നാലും കുറച്ചുകൂടെ നമുക്ക് ലൈവിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ 540 പാനൽ പറയുന്നത്. അപ്പം 8498 ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള വി ഗാർഡിൻ്റെ സ്മാർട്ട് പ്രോ 1200 എന്നുള്ള ഒരു ഇതിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഈ ഒരു എമൗണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സൈഡിൻ്റെ തന്നെ ഏതെങ്കിലും എക്സൈഡോ അല്ലെങ്കിൽ ഈസ്റ്റ്മാനോ ഏതെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഒരു സോളാർ C10 ബാറ്ററി ഒരു 15-14 മുതൽ പല ആൾക്കും കിട്ടാവുന്നതാണ്. ലോക്കലായിട്ട് നോക്കുക 15,500 16 രൂപ ഒക്കെ പല റേഞ്ചിലും വരുന്നുണ്ട്. C10 ബാറ്ററിന് പ്രത്യേകിച്ചും ചോദിച്ച് വാങ്ങിക്കണം. C10 സോളാർ ബാറ്ററി കേട്ടോ, അതിന് 15,500 വരുന്നത്. പിന്നെ MC4 കണക്ടർ വേണ്ട വരും, അതൊരു 139 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കതിൽ വേണ്ട DC MCB ആണ്. ഇത് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് 595 ഇതിനേക്കാൾ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ട് സാധനങ്ങൾ കുറച്ചുകൂടി വില കൊടുത്താൽ കിട്ടും കേട്ടോ. അത് നിങ്ങൾ വാങ്ങിയിട്ട് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ DC കേബിൾ ഒരു 10 മീറ്റർ ബ്ലാക്കും 10 മീറ്റർ റെഡും 6 mm ആണെങ്കിൽ 1900 രൂപയാണ് വരിക. അപ്പോൾ ഇതൊക്കെ കൂടി എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് 39,637 രൂപയാണ്. ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പാനലൊന്നും വെക്കാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു വയറിങ് വലിച്ചൊരു സോളാർ പാനൽ നല്ല എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് ഫിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 39,637 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്ഷൻ വാങ്ങിക്കാവുന്നതാണ്. ഈ പ്രൊഡക്റ്റ് ബാറ്ററി ബാറ്ററി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് പാനൽ ആഡ് ചെയ്യണം, ഭാവിയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MPPT UTL സ്മാർട്ടീൻ ഏതെങ്കിലുമൊക്കെ നോക്കിയെടുക്കാൻ നോക്കുക. സ്മാർട്ടീൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ആമസോണിൽ കിട്ടാനുള്ളത് വേറെ നോക്കി വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതിലുള്ളതെന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ വസ്തുതകൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ കറണ്ട് ബില്ല് ഒരു 1000 ചോടെയാണ് 2 മാസം കൂടുമ്പോൾ വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും കറണ്ട് ബില്ല് എങ്ങനെ വരുന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. ഇതിനൊരു ബാറ്ററി ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് പ്രതീക്ഷിക്കുക തന്നെ വേണം. അങ്ങനെ ആകുമ്പം 150 AHൻ്റെ ബാറ്ററിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു 15,500 റേഞ്ചിൽ 5 വർഷത്തേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 258 രൂപ വെച്ചിട്ട് ചിലവ് വരുന്നുണ്ട്. അതായത് 516 രൂപ 2 മാസം കൂടുമ്പോൾ ഒരു കറണ്ട് ബില്ലിൻ്റെ പീരീഡിൽ 516 രൂപ നിങ്ങൾ ആ പൈസ മാറ്റി വെച്ചാലേ നിങ്ങൾക്ക് 5 വർഷം കൂടുമ്പോൾ ബാറ്ററി മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കുറയും, 2000 3000 അതവരെ ഓരോ ഏരിയ അനുസരിച്ച് എല്ലാ ഏരിയയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടിക്കോളണമെന്നും ഉണ്ടാവില്ല. ഞാനൊരു ബാറ്ററിൻ്റെ വില തന്നെ ഇട്ട് ആ ഒരു ബാറ്ററി മാറ്റുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ചെറിയൊരു വില മാറ്റം വരും. അത് ഓരോ ഏരിയയും ചില ഏരിയയിൽ നല്ല റേറ്റ് കിട്ടും, ചില ഏരിയയിൽ റേറ്റ് കിട്ടില്ല. അപ്പം അതിൽ കൂട്ടിയിട്ടില്ല. അത് 200 AHൻ്റെ ബാറ്ററിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 333 രൂപ പെർ മന്തിൽ നിങ്ങൾക്ക് അതിനേക്ക് അധികമായിട്ട് കാണേണ്ടി വരും. 333 രൂപ ഒരു മാസം. അപ്പോൾ 2 മാസമാകുമ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പോൾ 2 മാസം കറണ്ട് ബില്ലിൽ ഈ ഒരു സംഖ്യ നിങ്ങൾ പ്രത്യേകം നോക്കുക. എത്രത്തോളം കറണ്ട് ബില്ല് നമ്മൾ ലാഭിക്കുമ്പോൾ 1000 രൂപേൻ്റെ തോടെ കറണ്ട് ബില്ല് വരുന്ന ആളുകൾ സോളാർ ഇൻവെർട്ടർ വയ്ക്കുമ്പം ലാഭം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സംഖ്യ വെച്ച് നോക്കുമ്പം എപ്പോഴും 3000-4000 രൂപകളുള്ള ആളുകൾ മാത്രം സോളാറിലേക്ക് 2000-3000 ഒക്കെ 2500 മുകളിലൊക്കെ ഉള്ളതായിരിക്കും മിക്കവാറും എന്തെങ്കിലുമൊക്കെ ലാഭിക്കാൻ പറ്റുള്ളൂ. ഒരു 3000-4000 ഉള്ളവർക്ക് എന്തായാലും കുറച്ച് ലാഭം കിട്ടും. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് മുതലായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കി. ബാറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഗ്രിഡിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ ബാറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം എത്ര ചിലവ് വരും എന്നുള്ളതും, നിങ്ങൾ കറണ്ട് ബില്ല് മാസം വരുന്ന 2 മാസം 900 രൂപയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ബാറ്ററിക്ക് വേണ്ടി 200 AHൻ്റെ ബാറ്ററിയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 600-650 രൂപ മാസം 2 മാസം കൂടുമ്പോൾ ചിലവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഭാവിയിലേക്ക് അത് എന്തായാലും മാറ്റേണ്ടി വരും. ഈ ഒരു ബാറ്ററി ഭാവിയിലേക്ക് മാറ്റേണ്ടി വരും. 600 രൂപ നമ്മൾ ചിലവ് വരും ബാറ്ററിക്ക് എന്നുള്ളത്. ഇപ്പോൾ 900 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു വീടാണെങ്കിൽ 600 രൂപ നമുക്ക് ബാറ്ററിക്ക് മാറ്റി വെക്കുമ്പോൾ കറണ്ട് ബില്ല് ഒരു 500 രൂപ അടക്കം നഷ്ടം തന്നെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പകൽ സമയങ്ങളിൽ ഫുൾ ടൈമായിട്ട് കറണ്ട് ഉണ്ടാവും എന്നുള്ള ഒരു ബെനിഫിറ്റാണ് ഇതുള്ളത്. കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു 1 kV സോളാർ സിസ്റ്റം 1 kV അല്ല, 1/2 kV സോളാർ സിസ്റ്റം വല്ലാതെ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ കറണ്ട് ഉപയോഗം നടക്കുമെന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. ഇത്രയാണ് 1/2 kV സോളാർ സിസ്റ്റത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്ര റേറ്റാണ് നിങ്ങൾക്ക് വരുള്ളൂ. പുതിയ വീഡിയോ ഇടാൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.